Let me introduce Dr. V. Naranayar. He is working as HSST in Botany, BJSM Madathil Higher Secondary School, Thalava North, Karunagapalli, Kollam. I cordially invite all of you to this activity-oriented online +1 botany class, part 9. Once again, I welcome you all. കാലം നമിക്കുന്ന കൈവല്യമേ, കരളിൽ തെളിയും കിടാവിളക്കേ, കാലങ്ങൾ കണ്ടേറും സാന്നിധ്യമേ, പ്രണാമം പ്രണാമം പ്രണാമം. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചാപ്റ്റർ 1 പഠിച്ചു, ക്ലാസിഫിക്കേഷൻ, കുറച്ച് ലോവർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ചാപ്റ്റർ 2 ആയ പ്ലാന്റ് കിങ്ഡത്തില് നമ്മൾ പഠിച്ചത് സിമ്പിൾ ടു കോംപ്ലക്സ് ഓർഗാനിസംസ്, അതായത് ആൽഗേ ടു അഡ്വാൻസ്ഡ് പ്ലാന്റ് ഗ്രൂപ്പ് ആയ ആൻജിയോസ്പേം വരെയാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻജിയോസ്പേം പ്ലാന്റ്സിന്റെ മോർഫോളജിയാണ്. ഓക്കെ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, എന്താണ് മോർഫോളജി? സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ്. അപ്പൊ മോർഫോളജി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരണം? എക്സ്റ്റേണൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഒരു ഫീൽഡ് ട്രിപ്പ് പോകുന്ന പോലെ കരുതിയാൽ മതി. നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുക, പ്ലാന്റ്സ് ഒബ്സർവ് ചെയ്യുക. അപ്പോ നമുക്കൊരു പ്ലാന്റ് നോക്കാം. ഉണ്ടല്ലോ, ക്ലിയോം വിസ്കോസ എന്നാണ് ഈ പ്ലാന്റിന്റെ പേര്. അപ്പൊ ഈ പ്ലാന്റ് ഞാനിപ്പോ 2 പൊസിഷൻ കാണിക്കുക. അപ്പൊ അത് എന്റെ ഹാൻഡ് എന്ന് പറയുന്ന സോയിൽ സർഫസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ 2 പൊസിഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പ്ലാന്റ് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് പറയാം. റെഡി ആണല്ലോ? സോയില് ഫസ്റ്റ് പൊസിഷൻ ഇങ്ങനെ, സെക്കൻഡ് പൊസിഷൻ ഇങ്ങനെ. ഏത് പൊസിഷനിലാണ് പ്ലാന്റ് നിൽക്കുന്നത്? ഫസ്റ്റ് പൊസിഷൻ ആണോ സെക്കൻഡ് പൊസിഷൻ ആണോ? പറയും. സെക്കൻഡ് പൊസിഷൻ അല്ലേ? അപ്പൊ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. എന്താണ് നമ്മുടെ ടോപ്പിക്? പാർട്സ് ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ്. ഓക്കെ, പാർട്സ് ഓഫ് എ പ്ലാന്റ്. അപ്പൊ നമ്മൾ കണ്ടല്ലോ, ഒരു പ്ലാന്റ് സോയിൽ നിൽക്കുന്നത് എങ്ങനെയാണ്? സോയിൽ സർഫസ് ഇതാണെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെ? ദാറ്റ് മീൻസ് ദ പ്ലാന്റ് പാർട്ട് സീൻ ബിലോ ദി സോയിൽ സർഫസ് ഈസ് കാൾഡ് റൂട്ട് സിസ്റ്റം. And the plant part seen above the soil surface is collectively called shoot system. അപ്പോൾ 2 parts ഏതൊക്കെയാണ്? റൂട്ട് സിസ്റ്റം, ഷൂട്ട് സിസ്റ്റം. എന്താണ് റൂട്ട് സിസ്റ്റം? The part of plant seen below the soil surface is called root system. The part of plant seen above the soil surface is called shoot system. Clear ആയല്ലോ? Okay, our root system consists of taproot and lateral root. Whereas shoot system consists of stem, leaves, buds, flowers, fruits and seeds. ശരിക്കും നമ്മൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഈസ് ഓവർ. ഓക്കെ, അതായത് ടാപ്പ് റൂട്ട് തൊട്ട് സീഡ്സ് വരെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു. ഓക്കെ, അപ്പൊ പ്ലാന്റിനെ കുറിച്ച് വളരെ വിശദമായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയോം വിസ്കോസയുടെ വേറൊരു പ്ലാന്റ് നോക്കി, ലീഫിനകത്ത് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ക്ലിയോം വിസ്കോസയുടെ വേറൊരു പ്ലാന്റ് ആണ്. നോക്കി, ഇവിടെ നോക്കി,
the root system. The part seen below the soil surface is called root system. The part seen above the soil surface is called shoot system. Okay. ഇനി ഷൂട്ട് സിസ്റ്റത്തിലേക്ക് വരാം. ഷൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ മെയിൻ ആക്സിസ് കാൾഡ് സ്റ്റെം. And the stem bears numerous dorsiventally flattened structures called leaves. Okay. അപ്പൊ സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ എന്താണ്? It holds the remaining parts such as leaves, buds, flowers, fruits with the seeds. Okay. Holding function ആണ് സ്റ്റെമ്മിനുള്ളത്. ഇനി അടുത്ത് നോക്കിയേ ലീഫ്. Leaves are dorsiventally flattened structures. ഇനി ഇവിടെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് രണ്ട് ടെക്നിക്കൽ ടേംസ് പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക് തന്നെ പഠിക്കുന്നത്. ഓക്കെ, ഏതാണെന്ന് നോക്കാം. The point at which leaf originates from the stem is called node. കണ്ടോ നോഡ് കണ്ടോ? The point at which leaf originates from the stem is called node. And അപ്പൊ ഇതൊരു നോഡ്. The part of stem between two successive nodes is called an internode. അപ്പൊ ഇത് ഇന്റർനോഡ്, ഇത് നോഡ് ഇന്റർനോഡ് കണ്ടല്ലോ. ഓക്കെ, അപ്പൊ രണ്ട് ടേം മനസ്സിലായോ? What is a node? The point at which leaf originates from the stem is called node. The part of stem between two successive nodes is called an internode. അപ്പൊ നോഡ് ഇന്റർനോഡ് മനസ്സിലായി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പിക് പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. The angle between leaf and stem is called axil. കണ്ടോ ആംഗിൾ കണ്ടോ? Angle between leaf and stem is called axil. And this axil consists of a bud called axillary bud. And the terminal side of shoot system consists of another bud called terminal bud. So which are the two types of buds in a plant? Axillary bud and terminal bud. Axillary bud is transformed into a branch. Axillary bud is transformed into a branch. കണ്ടോ ഈ പ്ലാന്റ് നോക്കി, axillary bud is transformed into a branch or a flower. കണ്ടല്ലോ, ഫ്ലവർ ആണ് പിന്നെ ഫ്രൂട്ട് ആയിട്ട് മാറിയിരിക്കുന്നത്. കേട്ടോ, flowers later on converted into fruits with seeds. So here seeds are seen inside the fruit. That is why angiosperms. എന്താണ് angiosperms? Protected seed bearing plants. Clear ആയല്ലോ? അപ്പൊ നോക്കി again parts of a plant നോക്കാം. The plant consists of two parts, root system and shoot system. The part of plant seen below the soil surface is called root system. The part of plant seen above the soil surface is called shoot system. Root system consists of a main root called taproot and lateral branches called lateral root or secondary root. Okay, taproot is otherwise called primary root. Function, absorption and fixation. And next, shoot system. Part of plant seen above the soil surface is called shoot system. It consists of stem, leaves, buds, flowers, fruits with the seeds. Okay, and the main axis of the shoot system is called stem. It bears numerous dorsiventrally flattened structures called leaves. Okay, and the point at which leaf originates from the stem is called node. The part of stem between two successive nodes is called an internode. അപ്പൊ നോഡ് ഇന്റർനോഡ് മനസ്സിലായല്ലോ. അപ്പൊ number of leaves is equal to number of nodes എന്ന് പറയാം അല്ലേ. And the angle between leaf and stem is called axil. And the axil consists of a bud called axillary bud. And this axillary bud either transformed into a branch or a flower. Okay, and the terminal side you can see another bud called terminal bud or apical bud. Okay, and the flower later on transformed into fruits. കണ്ടോ ഇതിന്റെ ഫ്രൂട്ട്സ് ഇങ്ങനെയാണ്. Later on transformed into fruits with the seeds. Okay, that's all about parts of a plant. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ പ്ലാന്റ് ബൊട്ടാണിക്കൽ നെയിം എന്താണ്? ക്ലിയോം വിസ്കോസ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ കുറെ ബൊട്ടാണിക്കൽ നെയിംസും സൈഡായിട്ട് പഠിച്ചു പോകാം കേട്ടോ. അത് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ പാർട്സ് ഓഫ് എ പ്ലാന്റ് മനസ്സിലായല്ലോ. അപ്പോ പാർട്സ് ഓഫ് എ പ്ലാന്റ് ക്ലിയർ ആയല്ലോ. റൂട്ട് സിസ്റ്റം, ഷൂട്ട് സിസ്റ്റം, നോഡ്, ഇന്റർനോഡ്, ലീവ്സ്, ആക്സിൽ, ആക്സിലറി ബഡ്, ടെർമിനൽ ബഡ്. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് വിത്ത് സീഡ്സ്. കണ്ടല്ലോ. ഓക്കെ, ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കേണ്ട രണ്ട് ടേം ഏതൊക്കെയാണ്? നോഡ്, ഇന്റർനോഡ്. The point at which leaf originates from the stem is called node. The part of stem between two successive nodes is called internode. Clear ആയല്ലോ? Two parts, root system and shoot system. Root system consists of taproot and lateral root. Function, absorption and fixation. Shoot system consists of stem, leaves, buds, flowers, fruits with the seeds. Okay, that's all about parts of a plant. Clear ആയല്ലോ? ഇനി അടുത്ത ടോപ്പിക് ടൈപ്സ് ഓഫ് റൂട്ട് സിസ്റ്റം ആണ്. ദാറ്റ് ഈസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ +1 ബോട്ടണി ഓൺലൈൻ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.
Students, I hope you have enjoyed this online +1 botany class. So we'll meet soon with another interesting topic on the very next class. Till then, goodbye.